വിദ്യാമന്ദിർ നന്മിണ്ട. രാമായണ മാസാചരണം 25-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ യോഗ അധ്യാപികയായ ശ്രീമതി ലത. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു രാമായണ മാസം കൂടി പുലർന്നിരിക്കുകയാണ്. വീടുകളും ക്ഷേത്രങ്ങളും സത്സംഗങ്ങളും രാമനാമ മുഖരിതമായിരിക്കുകയാണ്. രാമായണം എന്ന ഇതിഹാസം അതിൻ്റെ ഗഹനതയോടെയും സമസ്ത സൗന്ദര്യത്തോടെയും ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തികച്ചും ജീവിതഗന്ധിയായതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങളായിട്ടും രാമായണം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമ്മുടെ മുന്നിൽ എന്താവാം, എന്താവരുത് എന്നിങ്ങനെ ശരി തെറ്റുകളെ തുറന്നു കാണിക്കുന്നവരാണ്. അച്ഛൻ്റെ വാക്കു പാലിക്കാൻ പട്ടാഭിഷേക ആഘോഷങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് കയ്യിൽ കിട്ടിയ രാജ്യഭരണത്തെ നിസ്സാരമായി കണ്ട് അതുപേക്ഷിച്ച് കാട്ടിലേക്ക് വനവാസത്തിന് പോയ ശ്രീരാമൻ മഹാത്യാഗിയാണ്. നവവധുവിനെ കൊട്ടാരത്തിൽ മാതാപിതാക്കളുടെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ച് ജ്യേഷ്ഠൻ്റെ നിഴലായി കാട്ടിൽ അനുഗമിച്ച ലക്ഷ്മണൻ അതിലും വലിയ ത്യാഗമാണ് ചെയ്തത്. എന്നാൽ സ്വന്തം മാതാവിൻ്റെ കുതന്ത്രത്തിൻ്റെ ഫലമായി സമൂഹത്തിൻ്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വന്ന ഭരതനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല. രാജ്യത്തിനോടും അധികാരത്തിനോടും യാതൊരു ആസക്തിയുമില്ലാതെ സഹോദരന്മാരെ തിരികെ കൊണ്ടുവരാൻ പോയ ഭരതൻ്റെ ധർമ്മസങ്കടം അധികമാരും ചർച്ച ചെയ്തിട്ടില്ലേ എന്ന് സംശയമുണ്ട്. ഒടുവിൽ ജ്യേഷ്ഠൻ്റെ പാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് വിനീതദാസനായി പർണശാലയിലിരുന്ന് രാജ്യഭാരമേറ്റെടുത്തപ്പോഴും മനസ്സിൽ നിറയെ എത്രമാത്രം വേദന അദ്ദേഹം അനുഭവിച്ചിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായിരുന്നില്ലേ യഥാർത്ഥ ത്യാഗജീവിതം? ഇന്ന് നമുക്ക് ചുറ്റും കണ്ണോടിച്ചു നോക്കുക. മാലിന്യ കൂമ്പാരമായ മനസ്സുമായി ജീവിതത്തെ അഴുക്കുചാലാക്കി പരസ്പരം പോരടിക്കുന്ന രക്തബന്ധങ്ങളെ കാണാൻ സാധിക്കും. നാട്ടിലുള്ള ജയിലുകളും തടവറകളും ആക്രമണോത്സുകതയും ഭരണതലത്തിലെ അഴിമതിയും പിടിച്ചുപറിയുമെല്ലാം ബന്ധങ്ങളുടെ ശൈഥില്യത്തിൻ്റെ ബാക്കിപത്രമാണ്. ഓരോ മനസ്സും മറ്റ് മനസ്സുകളുമായി ഏറ്റുമുട്ടുന്ന സങ്കീർണമായ അവസ്ഥയാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും ഭരണരംഗത്തും സമൂഹത്തിലുമെല്ലാം ഉള്ളത്. യുദ്ധസമാനമായ ഈ അന്തരീക്ഷം രാമായണ മുഹൂർത്തങ്ങളിലൂടെ കൃത്യമായി പൊളിച്ചു കാണിക്കുന്നു. മനുഷ്യ മനസ്സിനെ എങ്ങനെയും ശുദ്ധീകരിക്കണമെന്ന ആവശ്യകതയിലേക്ക് ഇത് നയിക്കുന്നു. രാവണനെ ജയിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന രാമൻ ഭരതനെ ശ്രദ്ധിക്കൂ, മുഖത്ത് എന്തെങ്കിലും അനിഷ്ടം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ രാജ്യം അവൻ തന്നെ ഭരിച്ചു കൊള്ളട്ടെ എന്ന് ഹനുമാനെ അറിയിക്കുന്നു. എന്നാൽ രാമൻ തിരികെ വരുന്നില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഭരതനെയാണ് ഹനുമാൻ കണ്ടത്. പണത്തോടോ അധികാരത്തോടോ സുഖഭോഗങ്ങളോടോ ആസക്തിയില്ലാത്ത വ്യക്തിയായി ഭരതൻ എക്കാലവും നമുക്ക് മികച്ച മാതൃക തന്നെയാണ്. ഭരതന്റെ ചിന്തകൾ മറിച്ചായിരുന്നെങ്കിൽ ആത്യന്തികമായി നാശത്തിലേക്കാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇത്തരത്തിൽ നോക്കുമ്പോൾ മനുഷ്യരാശി കൈവരിക്കേണ്ട ശാശ്വത മൂല്യങ്ങളെ രാമായണം പകർന്നു നൽകുന്നു. നന്മകളിലൂടെ ജീവിതത്തെ അനശ്വരതയിലേക്ക് കൊണ്ടുപോകുന്ന
ഭരതനെ പോലുള്ള കഥാപാത്രങ്ങളും മനസ്സിൽ വിഴുപ്പുകൾ കൂട്ടിവെച്ച് മാലിന്യമാക്കി ദുർഗന്ധപൂർണമാക്കുന്ന മന്ധരയെ പോലുള്ളവരെയും ഒരേ സമയം അവതരിപ്പിക്കാൻ രാമായണത്തിന് സാധിച്ചു. അതേ രാമായണം നൽകുന്നത് മഹത്തായ നിരവധി സന്ദേശങ്ങളാണ്. സദ്മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ജീവിതത്തെ വിവേകപൂർവം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊന്നുവടിയാണ് രാമായണം. എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ ഈ കർക്കിടക മാസം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.